ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ്. പക്ഷേ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പാർട്ടി മെനു ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഫുഡൊക്കെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വന്നു എന്ന് പറഞ്ഞില്ലേ, അവർ ഗസ്റ്റ് ഒന്ന് വിളിച്ചത് എങ്ങനെ അവർ ഈ വീഡിയോയിലൂടെ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിക്കുമായിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പോൾ അവർ 2 ദിവസം നിൽക്കാൻ പാകത്തിനാണ് വന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ അവർ വന്നത് തലേദിവസം രാത്രിയാണ്. അപ്പോൾ കുറച്ച് ബീഫും പഴംപൊരിയും അതേപോലെ തന്നെ ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബീഫ് കറി ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടൊരു ബീഫ് പുട്ട് രാവിലെ ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുട്ടുപൊടി എടുത്തു. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരികിയതും അതേപോലെ തന്നെ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് പുട്ടുപൊടി അങ്ങ് നനച്ചെടുത്തു. ബീഫ് പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഓൾറെഡി ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും എങ്കിൽ പിന്നെ പുട്ടുണ്ടാക്കിയിട്ട് നേരെ ബീഫ് കറിയും കൂട്ടി കഴിച്ചാൽ പോയിരുന്നു. പക്ഷേ അതിലും കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതലാണ് നമ്മുടെ പുട്ടുപൊടിയുടെ ഇടയിൽ ആ ബീഫ് കറി ഫില്ല് ചെയ്തൊന്ന് ആവി കയറ്റിയിട്ട് കഴിക്കുമ്പോൾ അത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ആ ബീഫ് കറിയുടെ ടേസ്റ്റ് ഇരട്ടിയാവും. അപ്പോൾ ഈ ബീഫ് പുട്ടുണ്ടാക്കാനുള്ള പുട്ടുകുറ്റിയും അവരും കൊണ്ടുവന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ കയ്യിൽ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കയ്യിലൂടെ ചിരട്ടപ്പുട്ടിൻ്റെ മോൾഡ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സാധാരണ പോലെ തന്നെ പുട്ടുപൊടി ഇട്ടു. അതിന് മുകളിൽ നമ്മൾ ബീഫ് കറി ഫില്ല് ചെയ്തു. അതിന് മുകളിൽ വീണ്ടും പുട്ടുപൊടി. പിന്നെ നമ്മൾ അതിന് മുകളിൽ വേറെ തേങ്ങയൊന്നും ഫില്ല് ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി പുട്ടുപൊടി നനച്ചപ്പോൾ ആവശ്യത്തിന് തേങ്ങ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെ കുക്കറിൻ്റെ മുകളിൽ വയ്ക്കുന്ന പുട്ടുകുറ്റിയായിരുന്നു. അപ്പോൾ എളുപ്പമുണ്ടല്ലോ ആവി കയറ്റാനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ പെട്ടെന്ന് പണി തീരാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ചിരട്ടപ്പുട്ടിൻ്റെ അകത്തും ഈ ബീഫ് പുട്ട് ഇതേപോലെ തന്നെ പുട്ടുപൊടിയും അതേപോലെ തന്നെ ബീഫ് കറിയും ഫില്ല് ചെയ്തിട്ട് അതും കൂടി നമ്മൾ ഒരുമിച്ച് തന്നെ ആവി കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ രാവിലത്തെ പണി കഴിയുമല്ലോ. അതേപോലെ ഈ ഒരു ബീഫ് കറിയുടെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാത്തൂൻസിൻ്റെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ്. പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അതുകൂടാതെ റെസിപ്പിയായിട്ട് പക്ക അളവുകളോടുകൂടി തന്നെ റെസിപ്പിയായിട്ട് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. പലരും ഉണ്ടാക്കി നോക്കിയിട്ട് ഒരുപാട് നല്ല കമൻറ്റ്സ് കിട്ടിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇനിയും ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ചായ ഓൾറെഡി റെഡിയായി. നമ്മുടെ പുട്ടും അതേപോലെ തന്നെ ഒപ്പം റെഡിയായി വരുന്നുണ്ട്. അതേപോലെ ഒരുപാട് പേര് നമ്മുടെ അടുത്ത് കമൻസിലൂടെയും അല്ലാതെയൊക്കെ ചോദിക്കാറുണ്ട് ഏത് പുട്ടുപൊടിയാണ് ഉപയോഗിക്കാറെന്ന്. അപ്പോൾ പുട്ടുപൊടി ഞാൻ ഉപയോഗിക്കുന്നത് മേളത്തിൻ്റെ പുട്ടുപൊടിയാണ്. ഡബിൾ ഹോൾസിൻ്റെ ഇതിനു മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉപയോഗിക്കുന്നത് മേളത്തിൻ്റെയാണ്. അതേപോലെ ഈ പുട്ടുകുറ്റി, അതായത് ആ മോൾഡ് എവിടെ നിന്നാണ് കൊണ്ടുവന്നതെന്നും പലരും ചോദിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് വീഡിയോസിലൂടെ നമ്മളതെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കട ഏതാണെന്നൊന്നും ഓർക്കുന്നില്ല കേട്ടോ. പണ്ട് കൊണ്ടുവന്നതല്ലേ, ഏതോ ഒരു സ്റ്റീൽ കടയിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവന്നതാണ്. ഇവിടെ ഇപ്പോൾ ചില ഇന്ത്യൻ സ്റ്റോറുകളിലൊക്കെ അവൈലബിളായി കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്തൊന്നും ഇവിടെ അത് കിട്ടാനില്ലായിരുന്നു. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് പുട്ട് റെഡിയായി ഞങ്ങൾ കഴിക്കുന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം നമ്മൾ അവരുടെ പ്രൈവസി കൂടെ മാനിക്കണമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നവർക്ക് നമ്മൾ എന്താ പറയുക, ഒരു ലഞ്ച് കം ഡിന്നർ ആവാനുള്ള കാരണം ഞങ്ങൾ തലേദിവസം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്ന് കിടന്നപ്പോൾ തന്നെ ഏകദേശം 2 മണി 3 മണിയോളം ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അതേപോലെ തന്നെ വൈകി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഡിന്നർ കഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മുടെ ചിക്കൻ കുഴിമന്തിയാണ് ഉണ്ടാക്കുന്നത്. കുഴിയിലോ അല്ലെങ്കിൽ കുക്കറിലോ ഒന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതേപോലെ തന്നെ കുരുമുളക് ചതച്ചതും ജീരകവും ഗരം മസാലയും അതേപോലെ തന്നെ ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ഞാനിവിടെ 2 കളർ ഉപയോഗിച്ചിട്ടുണ്ട്. അതെനിക്കിവിടെ ഫ്രീസറിൽ ഇരുന്നുകൊണ്ട് ഞാൻ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്താൽ മതി. പരമാവധി ചെറുതാക്കി അരിയാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. സാധാരണ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വേറെ പൊടികളൊന്നും തന്നെ ഉപയോഗിക്കാറില്ല. ഫുഡ് കളറാണ് ഉപയോഗിക്കാറ്. ചുമപ്പ് കളറ് ഫുഡ് കളറാണ് ഉപയോഗിക്കാറ്. പക്ഷേ ഞാനിവിടെ ഫുഡ് കളറൊന്നും ഉപയോഗിക്കുന്നില്ല. പകരം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. അപ്പോൾ ഇതിൻ്റെ അളവുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയാൽ മതി.
അപ്പോൾ 1 കിലോ ചിക്കനും 1 കിലോ അരിക്കുമുള്ള ഒരു അളവാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചിക്കൻ മന്തി ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഇതേപോലത്തെ വലിയ പീസ് ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. അതൊന്ന് വരഞ്ഞു കൊടുക്കാനും അതേപോലെ തന്നെ ഫോർക്ക് കൊണ്ടൊക്കെ ഒന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത മസാല ആ ചിക്കൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ബൗളിലായിട്ടാണ് മാരിനേറ്റ് ചെയ്തത്. കാരണം എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ചെറിയ ബൗളാണ്, അതിൻ്റെ അകത്ത് ഒരുമിച്ച് നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ ചിക്കൻ കഷ്ണങ്ങളൊക്കെ വേറൊരു ബൗളിലേക്ക് മാറ്റി. അപ്പോൾ ബാക്കി കിടന്നിരുന്ന നമ്മുടെ സവാളയും ക്യാപ്സിക്കവും പൊടികളൊക്കെ ഉള്ളതിലേക്ക് കുറച്ച് നാരങ്ങ നീരും അതേപോലെ തന്നെ മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബില്ലേ, ആ ക്യൂബ് ഒരെണ്ണം ഒന്ന് ഞെരടി ഒന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അതേപോലെ തന്നെ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചേർക്കുന്ന സൺഫ്ലവർ ഓയിൽ അല്ലാതെ വേറെ ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണ ഉപയോഗിക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നോടെ തിരുമ്മി പിടിപ്പിച്ചിട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിലേക്ക് ഒന്നോടെ തിരുമ്മി പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങളെടുക്കുന്ന വലിയ പാത്രമാണെങ്കിൽ ഇങ്ങനെ ഇരട്ടിപ്പണിയൊന്നുമില്ല, ഒരുമിച്ച് അങ്ങ് മാരിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ പാത്രം ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ 2ആയിട്ട് ചെയ്തത്. നമ്മൾ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്നത് മന്തി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മിനിമം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ മുമ്പെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എങ്കിലേ ചിക്കനിലേക്ക് കുറച്ചുകൂടെ ഈ പറഞ്ഞ നാരങ്ങനീരും ഉപ്പും കുരുമുളകും ഒക്കെ പിടിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ അളവുകളെല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ ഉണ്ടാക്കാൻ നേരത്തെ. അങ്ങനെ നമ്മുടെ ചിക്കൻ മാരിനേഷൻ തീർന്നു. ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ തരംഗമായി നിൽക്കുന്ന പുട്ട് ഐസ്ക്രീം ഞാനും ഒന്ന് തയ്യാറാക്കി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയാണ് പുട്ടൂറ്റി അവരോട് കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പോൾ പുട്ടൂറ്റിക്കകത്തേക്ക് ചില്ലിട്ടു. എന്നിട്ട് ആദ്യം ഞാൻ നമ്മുടെ ആൽമണ്ട്സ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തത്. പിന്നീട് നമ്മുടെ ആൽമണ്ട്സിന് തന്നെ ഫ്ലേവറിലുള്ള ഐസ്ക്രീമാണ് ഫില്ല് ചെയ്തത്. അതിനിടയിൽ നമ്മുടെ കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തു അരിഞ്ഞത്. അതിലേക്ക് നമ്മൾ പിന്നീട് പിസ്ത ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇട്ടു. ഈ ഫ്ലേവറുകൾ തന്നെ ഉപയോഗിക്കണമെന്നോ അല്ലെങ്കിൽ ഇതേ ഓർഡർ ചെയ്യണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുപാട് പേര് വീട്ടിൽ തയ്യാറാക്കി നോക്കി കാണും, അല്ലെങ്കിൽ കടയിൽ നിന്ന് കഴിച്ച് കാണും. അപ്പോൾ ഞാനിത് എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പിന്നീട് ഞാൻ സ്ട്രോബെറി ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഫില്ല് ചെയ്തു. അപ്പോൾ മാക്സിമം സ്പൂണും കൊണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ നിറച്ചപ്പോൾ അത് അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു. അവസാനം നിറച്ചപ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ തിക്കി അങ്ങ് ഫില്ല് ചെയ്ത്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഓട്ട വരും നമ്മൾ പുട്ടൂറ്റി തിരിച്ച് ഐസ്ക്രീം ഇങ്ങോട്ട് എടുക്കുമ്പോൾ. അപ്പോൾ അത് അടച്ചെടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എൻ്റേതായ ഒരു ഇന്നോവേഷന് വേണ്ടിയിട്ട് നമ്മുടെ ചിരട്ടപ്പുട്ടിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ നമ്മുടെ ലെമൺ ഫ്ലേവറിലുള്ള ഐസ്ക്രീമും അതേപോലെ തന്നെ സ്ട്രോബെറി ഫ്ലേവറിലുള്ളതും ഐസ്ക്രീമുമാണ് ഫില്ല് ചെയ്തത്. ഇവിടെ ഇങ്ങനെ പല ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഒറ്റ പാട്ടയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഈ പുട്ട് ഐസ്ക്രീം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാനിങ്ങനെ 2-3 ഫ്ലേവറിലുള്ള ഐസ്ക്രീം ഇങ്ങനെ ഫില്ല് ചെയ്ത് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഈ പുട്ട് ഐസ്ക്രീം ചെയ്യാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. നമ്മുടെ ഐസ്ക്രീം തന്നെ പല കളറിലുള്ളത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിൻ്റെ പ്രസൻറ്റേഷനിലാണ് അതിൻ്റെ ഭംഗി മൊത്തം ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതും ഫില്ല് ചെയ്തു, അടച്ചു വെച്ചു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മളിങ്ങനെ ഫില്ല് ചെയ്തിട്ട് കുറച്ച് നേരം അത് ഫ്രീസറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ എടുക്കുമ്പോഴായിരിക്കും അതൊരു പെർഫെക്റ്റ് പുട്ടിൻ്റെ രൂപത്തിൽ വരിക. അല്ലെങ്കിൽ പുറത്തിരുന്നത് കുറച്ചുകൂടെ മെൽറ്റ് ആവത്തില്ല, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഞാനത് ഫ്രീസറിലിട്ട് കയറ്റി. ഇനി നമ്മൾ ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവസാനം ഒരു ഡെസേർട്ട് പോലെ കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇനി നമ്മുടെ ചിക്കൻ മന്തിയുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള അടിയിൽ വിസ്താരമുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ നിരത്തി വെച്ച് കൊടുക്കുക. ഒന്നിന് മുകളിൽ ഒന്ന് എന്നുള്ള രീതിയിൽ വരാതെ മാക്സിമം ആ പാനിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ നിരത്തി വേണം നമ്മൾ ചിക്കൻ വെക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ കുഴിയിലോ അല്ലെങ്കിൽ കുക്കറിലൊന്നും അല്ല കേട്ടോ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്, നമ്മുടെ ഈ ഒരു പാനിലാണ്. അപ്പോൾ ചിക്കൻ നമ്മൾ ഇട്ട് കൊടുത്തു. പിന്നീട് ആ മാരിനേറ്റ് ചെയ്തതിൽ കുറച്ച് ക്യാപ്സിക്കം ഉള്ളിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ഒരു ചിക്കൻ മന്തി നമ്മുടെ ഒരു പാർട്ടി മെനുവിൽ ഉൾപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇതിന് പ്രത്യേകിച്ച് വഴറ്റോ അല്ലെങ്കിൽ ഉള്ളി വറുക്കേണ്ടതോ അങ്ങനത്തെ യാതൊരു ആവശ്യങ്ങളും ഇല്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയും. നമ്മൾ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരുടെ ഒപ്പം ഇരുന്ന് സംസാരിക്കാനും അവരുടെ കൂടെ സമയം ചെലവഴിക്കാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, കുക്കിങ്ങിനല്ലല്ലോ.
അപ്പോൾ ഈസി ആയിട്ട് എന്നാൽ വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളാണ് ഇന്നത്തെ പാർട്ടി മെനുവിൽ ഉൾപ്പെടുത്തിയത്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നവരെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഈ മന്തിക്ക് ആവശ്യമുള്ള റൈസ് ഉണ്ടാക്കണമല്ലോ. ഇത് നമ്മൾ ഊറ്റിയെടുക്കുന്ന രീതിയിലാണ് ഈ ഒരു റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും കറുവപ്പട്ടയും ഏലക്കയും 2 ഗ്രാമ്പും ഉണക്ക നാരങ്ങയാണ് ഞാൻ ഇട്ടത്. ഉണക്ക നാരങ്ങ എന്ന് വെച്ചാൽ ഞാൻ തന്നെ നാരങ്ങ ഇവിടെ വാങ്ങിച്ച് വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത നാരങ്ങയാണ് കേട്ടോ. ആ നാരങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബസ്മതി റൈസും ഇട്ട് കൊടുത്തു. അപ്പോൾ ചിക്കൻ വേവിക്കാനായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, ചിക്കനിൽ തന്നെ വെള്ളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. നമുക്ക് 2 വശം ഒരേപോലെ അത്യാവശ്യം മൊരിഞ്ഞും അതേപോലെ വെന്തും കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഏകദേശം ഒരു 20-25 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതുവരെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനോടൊപ്പം നമ്മളവിടെ അരി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടല്ലോ, അരി ഒരു 90% വേവായി കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് ഊറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് വെന്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ മന്തി ആ ഒരു റൈസ് അതിൻ്റെ ഒരു പെർഫെക്ഷനോട് കൂടി കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇനിയൊരു 10 മിനിറ്റത്തെ താമസം കൂടിയുള്ളൂ നമ്മുടെ ചിക്കൻ റെഡിയായി കിട്ടും. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നമ്മൾ ചിക്കൻ മന്തി റൈസിനൊരു യെല്ലോ കളറൊക്കെ ഉണ്ടാവില്ല, അതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി അങ്ങനെ കലക്കിയത്. അപ്പോൾ അതാ ചിക്കനൊക്കെ കറക്റ്റായിട്ട് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് പുറം ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കറക്റ്റ് നമുക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് നമ്മുടെ ചിക്കൻ ഒരു റെഡ് കളറൊന്നും ഇല്ലാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ റെഡ് കളർ ചേർത്ത് കഴിഞ്ഞാൽ നല്ല കളർഫുള്ളായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ റൈസ് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല നീളമുള്ള ബസ്മതി റൈസ് ആണ് സാധാരണ ചിക്കൻ മന്തിക്ക് എടുക്കുക. അപ്പോൾ മാക്സിമം നീളമുള്ള ബസ്മതി റൈസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഊറ്റിയെടുത്ത റൈസ് വെള്ളം കളഞ്ഞ് നമുക്ക് നേരെ ചിക്കന് മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ പോലെ നമുക്ക് ഒരുപാട് സമയമെടുക്കുന്ന ഒന്നല്ല ഈ ഒരു ചിക്കൻ മന്തി എന്ന് പറയുന്നത്. കാരണം ഇപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അതിനൊരു ചിക്കൻ കറി ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിന് കുറച്ച് സമയം പോകും. ബിരിയാണി ആണെങ്കിൽ നമുക്ക് ഒരുപാട് വഴറ്റാനും അതേപോലെ തന്നെ വറുത്തെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാടുണ്ട്. അപ്പോൾ ചിക്കൻ മന്തി ആകുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ വേവാൻ നേരത്ത് നമുക്ക് വേറെ വഴറ്റുമോ കാര്യങ്ങളൊന്നും തന്നെ വേണ്ട. അതേപോലെ റൈസ് ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന രീതിയിലായതുകൊണ്ട് നമുക്ക് ഒരുപാട് മെനക്കേടുള്ളൊരു പണിയല്ല. അപ്പോൾ റൈസ് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിന് മുകളിലൂടെ ഞാൻ മഞ്ഞൾപ്പൊടി കലക്കിയതങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ ഓറഞ്ച് ഫുഡ് കളറും ഇതേപോലെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഫുഡ് കളർ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊന്ന് ദം ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഒരു 3-4 പച്ചമുളക് കീറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് അതിന് ഉള്ളിൽ ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ ഇങ്ങനെ മന്തി കിട്ടുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവനേ ഉള്ളൊരു പച്ചമുളക് കാണാമല്ലോ. പിന്നെ ആദ്യം നമ്മൾ റൈസ് വേവിക്കാൻ നേരത്തെ എടുത്ത നാരങ്ങ വെച്ച് കൊടുത്തു. പിന്നെ സാധാരണ നമ്മളിങ്ങനെ പാനിലൊക്കെയാണ് കുഴിമന്തി ഉണ്ടാക്കുന്നതെങ്കിൽ ചാർക്കോൾ ഇട്ടിട്ട് അതൊന്ന് കത്തിച്ചിട്ട് ആ ഒരു പുകയിലാണ് ആ ഒരു എന്താ പറയുക ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുക. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ചാർക്കോൾ വാങ്ങിക്കാൻ വിട്ടുപോയി. പിന്നെ ഞാൻ ഇവിടുത്തെ എന്താ പറയുക ഒരു മരക്കമ്പ് ഒടിച്ച് കത്തിച്ച് കനലാക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അതൊന്ന് പാളിപ്പോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കനലെടുത്തിട്ട് കത്തിച്ചിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ ആ നന്നായിട്ട് ആ പുക വരും. എന്നിട്ട് ആ ഒരു സ്മോക്കി ഫ്ലേവർ വരുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. എന്നെഴുതി കുഴിമന്തിക്ക് ടേസ്റ്റ് ഇല്ലാതെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്നിട്ട് തന്നെ അടിപൊളിയായിരുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. എന്നാൽ ടേസ്റ്റി ആയിട്ടുള്ള വിഭവമാണ് താനും. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ പറയുക ഒരു ഡിന്നർ പോലെ കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ സാധാരണ മന്തി വിളമ്പാൻ നേരത്തെ നമ്മൾ റൈസ് മുഴുവൻ ഒരുമിച്ച് അതിന് മുകളിൽ ചിക്കനൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഹോട്ടലിലൊക്കെ സെർവ് ചെയ്യുക അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. റൈസ് എല്ലാം കൂടി ഞാനൊരു പ്ലാറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന് മുകളിൽ ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, കിടുവല്ലേ? ആ ഒരു ടെക്സ്ചറും അതേപോലെ തന്നെ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ്റെ കളറ് മാത്രം ഇച്ചിരി കുറഞ്ഞു പോയെന്ന് മാത്രം. ടേസ്റ്റിന് എന്ന് കരുതി ഒരു കുറവും ഇല്ല കേട്ടോ. അപ്പോൾ വീട്ടിലെല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ചിക്കൻ മന്തി.
അപ്പോൾ കഴിച്ച് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും പറഞ്ഞത് നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വന്നു എന്നാണ് അവരെല്ലാവരും പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഈ ഒരു ഈസി പീസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് അത്യാവശ്യം വയറൊക്കെ നല്ല ഹെവി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇനിയാണ് നമ്മുടെ താരം പുട്ട് ഐസ്ക്രീം വരാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്ലാറ്റർ എടുക്കുക, അതിലേക്ക് കുറച്ച് കോൺഫ്ലേക്സ്, അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് എൻ്റെ ഇടാം, ആൽമണ്ട്സോ കാഷ്നട്ട്സോ റേസിൻസോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും അതേപോലെ തന്നെ കാഷ്നട്ട്സ് അതേപോലെ ഉണക്കമുന്തിരിയൊക്കെ ആ ഒരു പ്ലാറ്ററിലിട്ടു. അത് ജസ്റ്റ് പ്ലാറ്റർ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ഐസ്ക്രീമിൻ്റെ കൂടെ ഈ കോൺഫ്ലേക്സും അതേപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടിയും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനി നമ്മുടെ താരം പുറത്തേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഐസ്ക്രീം മെൽറ്റായി പോകാതെ കറക്റ്റ് ആ ഒരു പുട്ടിൻ്റെ ഷേപ്പിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ പുട്ട് ഐസ്ക്രീം പുറത്തേക്ക് കൊണ്ടുവരിക. ഇതാ നല്ല കളർഫുൾ പുട്ട് ഐസ്ക്രീം റെഡിയായി. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞ പോലെ ഒന്നും തന്നെ ഇല്ല, അറിയാലോ. പല കളറിലുള്ള ഫ്ലേവറുകൾ ഈ പുട്ടുകുറ്റിയിൽ നിറച്ചാൽ മാത്രം മതി. എന്നിട്ട് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള പുട്ട് ഐസ്ക്രീം റെഡിയാക്കിയാണ്. ഇനി അതിന് മുകളിൽ സാധാരണ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ സിറപ്പൊക്കെ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സ് തന്നെ വിതറി കൊടുത്തു. അതൊക്കെ നമ്മുടെ മനോധർമ്മം, അത് ഇഷ്ടമൊക്കെ അനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പുട്ട് ഐസ്ക്രീം റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. പുട്ട് ഐസ്ക്രീം എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിലുള്ള ഐസ്ക്രീമാണ്. 1-2 പേർക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലല്ലല്ലോ ഇതുള്ളത്. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ ഇതേപോലെ ഒരു പുട്ട് ഐസ്ക്രീമൊക്കെ തയ്യാറാക്കി എല്ലാവരും കൂടെ ഇരുന്നൊക്കെ ആ ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഒത്തൊരുമയും ആ ഒരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ആകുമ്പോൾ നല്ല കിടുവാണ്. പിന്നെ ഇത് കഴിക്കേണ്ട രീതി അറിയാമല്ലോ. കോൺഫ്ലേക്സും അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഐസ്ക്രീമിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു പാർട്ടി മെനു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം. ബൈ.